അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. ഇൻഷാല്ല ഇന്ന് നമ്മൾ 35 വചനം തൊട്ടാണ് നമ്മൾ പഠിക്കുന്നത് അവസാനം വരെ. അല്പം ദൈർഘ്യമുള്ള നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ആയത്തുകളെക്കാളും ഒരല്പം നീളം കൂടുതലുള്ള ആയത്തുകളാണ് ഈ സൂറത്തിലെ അവസാന ഭാഗത്തെ ആയത്തുകൾ. ഞാൻ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. 40 ആയത്ത് വരെ നോയിത്തരാം, നോയിക്കോ. أعوذ بالله من الشيطان الرجيم. لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه
ويقول الكافر يا ليتني كنت ترابا. അപ്പൊ ഇത്ര ആയത്തുകളാണ്. നമ്മളിപ്പോ ഇന്ന് ഓതിയ ആയത്തുകളൊക്കെ നോക്കിയാൽ അറിയാം. പിന്നെ ലാ യസ്മഊന ഫീഹ ലഗ്വൻ വലാ കിസ്സാബ ആയത്തുകൾ, അവസാന ആയത്തുകൾ വരെ നമ്മൾ നോക്കിയാൽ അതിലെ ഏറ്റവും അവസാനത്തെ ആ ഒരു ഹർഫ് അക്ഷരം എന്ന് പറയുന്നത് ബ ആണ്. ബായിലാണ് ഓരോ ആയത്തുകളും അവസാനിക്കുന്നത്. ഖുർആനിന്റെ മറ്റൊരു സാഹിത്യ ഭംഗി കൂടിയാണത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ആയത്തുകൾ നോക്കാം. സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് കൊടുക്കുന്ന ഈ അനുഭൂതികളും മറ്റ് കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇന്നലിൽ മുത്തഖീന മഫാസ എന്ന് തുടങ്ങുന്ന അവിടുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയതിന് ശേഷം പറയുന്നു. എന്താണ് സ്വർഗത്തിലെ അവസ്ഥ? നമ്മളിവിടെ നോക്കിയാൽ ഒരു നല്ല കാര്യം ചെയ്താൽ പോലും എന്താണ്, ആളുകൾ ആവശ്യമില്ലാത്തതൊക്കെ അതിൻ്റെ പേരിൽ പറയും. പക്ഷെ സ്വർഗത്തിൽ അങ്ങനെയൊരു അവസ്ഥയേയില്ല. ഒരു കള്ളം, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കുത്തുവാക്കുകൾ, പഴികൾ, ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പ്രശ്നവും എവിടെയില്ല, സ്വർഗത്തിലില്ല. അങ്ങനെ ഒരു രോഗമാണെന്നാണ്. ഒരാൾക്ക് മറ്റൊരാൾക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടിയതിൻ്റെ പേരിൽ ഒരു അസൂയ, ഇങ്ങനെയുള്ള മോശമായ യാതൊന്നും അവരെ അവിടെ ബാധിക്കുകയില്ല. അങ്ങനെ ഒരു സ്ഥലമല്ല സ്വർഗം, മറിച്ച് നന്മയുടെ മാത്രം ഇടമാണെന്നർത്ഥം. അപ്പൊ 35-ാമത്തെ ആയത്ത് ഇതാണ്. ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ്. അതിന്റെ മുദാരിയാണ് യസ്മഉ. യസ്മഉ എന്ന് പറഞ്ഞാൽ ഒരുവൻ കേട്ടു, ഒരാൾ കേട്ടു. യസ്മഉ, യസ്മആനി, യസ്മഊന. ഇവിടെ ജംഅ് സ്വീകയാണ്, ബഹുവചന രൂപമാണ് വന്നിരിക്കുന്നത്. അതായത് സ്വർഗത്തിൽ കോടാനുകോടി ആളുകൾ, അല്ലെ, ഒരുപാട് ആളുകൾ സ്വർഗപ്രവേശനത്തിന് അർഹത നേടും. ആ സ്വർഗപ്രവേശനത്തിന് അർഹത നേടുമ്പോൾ അവരിൽ ഒരാൾ പോലും എന്തില്ല, കേൾക്കൂല. ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. സാമി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണ്. അപ്പൊ അതിൽ ഒരാൾ പോലും കേൾക്കുകയില്ല. ഫിഹാദിൽ ലഘുവൻ, ലഘു എന്ന് പറഞ്ഞാൽ അനാവശ്യമായ വാക്കുകൾ. വലാ കിദ്ദാബ, അതല്ലെങ്കിൽ വ്യാജ വാർത്തകൾ, കള്ളവാക്കുകൾ എന്നൊക്കെ പറയാം. അപ്പം അവിടെ വെച്ച് എന്തെങ്കിലും അനാവശ്യമായ ഒരു വാക്കാവട്ടെ, വ്യാജ വാർത്തയാവട്ടെ, അവർ കേൾക്കുകയില്ല. കണ്ടോ, ഒന്നും കേൾക്കുകയില്ല. അപ്പൊ അങ്ങനെ ഒരു ലോകം എന്ന് പറയുന്നത് അത് സ്വർഗം മാത്രമാണ്. ഇവിടെ ഈ ഭൂമി സ്വർഗമാണ്, ഈ നാട് സ്വർഗമാണ്, ഈ രാജ്യം സ്വർഗമാണ് എന്നൊക്കെ പലരും ആ നാടിന്റെ ഭംഗിയും ചിലപ്പോ ആളുകളുടെ ആ ഒരു സ്വഭാവം വെച്ചൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും അവിടെ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. പക്ഷെ സ്വർഗം എന്ന് പറഞ്ഞാൽ പോരായ്മകളിൽ നിന്ന് 100% മുക്തമായ ഇടമാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒരാൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഒരു ടെൻഷൻ നമുക്ക് സ്വർഗത്തിൽ ഉണ്ടാവില്ല. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ സ്വർഗത്തെ പറ്റി പറഞ്ഞ ശേഷം അള്ളാഹു പറഞ്ഞു, ജസാഅൻ മിർ റബ്ബിക അത്വാഅൻ ഹിസാബ. ജസാഅൻ, ഇതൊക്കെ പ്രതിഫലമാണ്. ആരിൽ നിന്നുള്ള പ്രതിഫലം? മിർ റബ്ബിക്ക, നിന്റെ റബ്ബ് തരുന്ന പ്രതിഫലമാണ് ഇതൊക്കെ. നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള പ്രതിഫലമാണിതെല്ലാം. ജസാ എന്നത് ഏകവചന രൂപത്തിൽ വന്ന പ്രയോഗമാണ്, മുഫ്രദാണ്. അതിന്റെ ജം അജിസിയ എന്നാണ്, അജിസിയത്ത്, അജിസിയത്തുന്നാണ്. അപ്പോ നിന്റെ റബ്ബ് തരുന്ന പ്രതിഫലമാണിതെല്ലാം. അപ്പൊ നരകത്തെ പറ്റി അള്ളാഹു പറഞ്ഞിടത്ത് എന്ത് പറഞ്ഞു? ജസാഅം വിഫാക്ക, യോജ്യമായ പ്രതിഫലം എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം, ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് അള്ളാഹു ഡബിൾ ശിക്ഷ കൊടുക്കൂല. തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ എന്താണോ അതാണ് അവിടെ കൊടുക്കുക. അതുകൊണ്ടാണ് ജസാഅം വിഫാക്ക എന്ന് പറഞ്ഞത്. ഒരു തെറ്റിന് അനുയോജ്യമായ ശിക്ഷ എത്ര കൊടുക്കണോ അത്. എന്നാൽ സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോൾ, സ്വർഗത്തിന്റെ ആളുകളെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ജസാഅം മിർ റബ്ബിക അത്വാഅൻ ഹിസാബ, നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള പ്രതിഫലമാണിതെല്ലാം. അതിന്റെ പ്രത്യേകത എന്താണ്? അത് അത്വാ ആണ്. അത്വാ എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നാണ്, ദാനം, സമ്മാനം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഹിസാബ, കണക്കൊത്ത സമ്മാനം. കണക്കൊത്ത സമ്മാനം, അതായത് തികച്ചും മതിയായ
കണക്കൊത്ത സമ്മാനമാണ് നിന്റെ റബ്ബിങ്കൽ നിന്ന് നിനക്ക് സ്വർഗീയ ലോകത്ത് ലഭിക്കുന്നത് എന്നാണ്. നമ്മൾ നേരത്തെ ഇന്ന് ആദ്യം പഠിച്ച ആയത്തുമായി ബന്ധപ്പെട്ട് സമാനമായ ഒരായത്ത് സൂറത്ത് തൂറിലുണ്ട്. 23-ാമത്തെ ആയത്ത് പറയാൻ വിട്ടുപോയതാണ്. ആയത്ത് ഇങ്ങനെയാണ്: ലാ ലഗ്വൻ ഫീഹ വലാ തഅ്സീം. അവിടെ ഒരനാവശ്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ തഅ്സീം എന്ന് പറഞ്ഞാൽ കുറ്റകരമായ വാക്ക് എന്നാണ്. കുറ്റകരമായ പാപം വരുത്തി വെക്കുന്ന വാക്കുകൾ അതൊന്നും അവിടെ ഉണ്ടാവില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ജസാഅം വിഫാക്ക എന്ന് പറഞ്ഞല്ലോ, ജസാഅം മിർ റബ്ബിക അത്വാഅൻ ഹിസാബ എന്ന് പറഞ്ഞല്ലോ. ജസാഅം മിർ റബ്ബിക അത്വാഅൻ ഹിസാബ, കണക്കൊത്ത സമ്മാനം. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നന്മ ചെയ്താൽ ഒരു നന്മയ്ക്ക് ഒരു പ്രതിഫലമല്ല, 7, 70, 700 നിയ്യത്തിനനുസരിച്ച് ഒരുപാട് പ്രതിഫലം കിട്ടും. അപ്പൊ അതൊക്കെ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ പറയുന്നത് കാണാം, ഐ ബി ഫളിഹി, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹത്താലാണ് ഈ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതല്ലാതെ നിങ്ങൾ ചെയ്ത നന്മകളുടെ മാത്രം പ്രതിഫലമായിട്ടല്ല. വ മന്നിഹി വ ഇഹ്സാനിഹി വ റഹ്മത്തിഹി, നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ഓരോ സൗഭാഗ്യങ്ങളിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കാരുണ്യമുണ്ട്. റബ്ബ് അതിൽ ഉദ്ദേശിച്ച ഒരു നന്മയുണ്ട്. അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹവും ഔദാര്യവും അതിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അത്വാഅൻ ഹിസാബ എന്ന് പറയുമ്പോൾ കാഫിയൻ വാഫിറൻ ഷാമിലൻ കസീറൻ എന്നൊക്കെ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. മതിയായത്, ഇനിയും വേണം എന്ന് ഒരാൾ പോലും സ്വർഗത്തിൽ വെച്ച് എനിക്ക് തികഞ്ഞില്ല, എനിക്ക് മതിയായില്ല, എനിക്ക് തൃപ്തിയായില്ല എന്ന ഒരു പടപ്പ് പോലും സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പറയാൻ പറ്റാത്ത വിധം പരിപൂർണമായിട്ടാണ് അള്ളാഹു കൊടുക്കുക. പരിപൂർണമായ തൃപ്തിയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഓരോരുത്തരും അവിടെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗവും ആ സ്വർഗത്തിലെ അനുഭൂതികളും അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിന്റെ പൂർണ്ണതയും ഇവിടെ പറഞ്ഞു. അപ്പൊ ഇനി അതിനുശേഷം 37-ാം വചനം, എങ്ങനെയുള്ള റബ്ബിന്റെ പ്രതിഫലമാണത്, അതാണ് പിന്നെ പറയുന്നത്. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിതാബ. റബ്ബിസ് സമാവാത്ത്, സമാവാത്തുകളുടെ റബ്ബ്. സമാ എന്നതിന്റെ ജം ആണ് സമാവാത്ത്. സമാ എന്നതിന്റെ ജം ആണ് സമാവാത്ത്. അപ്പം അതായത് ആകാശങ്ങളുടെ റബ്ബ്. വൽ അർളി, ഭൂമിയുടെയും. വമാ ബൈനഹുമ, അവ രണ്ടിന്റെയും ഇടയിൽ എന്തെല്ലാം ഉണ്ടോ, ഏതെല്ലാം തരത്തിലുള്ള ജീവജാലങ്ങളും വസ്തുക്കളും ഉണ്ടോ അതിന്റെ എല്ലാം റബ്ബ്. അപ്പോ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിലും ഇടയിലുള്ളതിൻ്റെയും രക്ഷിതാവിന്റെ അതേപോലെ തന്നെ അർ റഹ്മാൻ, പരമകാരുണികന്റെ കണക്കൊത്ത സമ്മാനമാണ് മേൽപ്പറഞ്ഞ സമ്മാനങ്ങൾ എന്ന് അത്രയും പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ലാ യംലികൂന മിൻഹു ഖിതാബ. അപ്പൊ നോക്കിക്കോ, സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളും സുഖങ്ങളും അവിടെ അള്ളാഹു ഒരുക്കുന്ന അനുഗ്രഹങ്ങളും ഒക്കെ പറയാൻ അള്ളാഹുവിന്റെ മഹത്വത്തെ അള്ളാഹു എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എങ്ങനെയുള്ള റബ്ബിന്റെ? റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ, പരമകാരുണികനായ റബ്ബിന്റെ, ആകാശഭൂമികളുടെ രക്ഷിതാവായ റബ്ബിന്റെ കണക്കൊത്ത സമ്മാനം എന്ന് പറഞ്ഞു. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? ലാ യംലികൂന മിൻഹു ഖിതാബ. ലാ യംലികൂന മിൻഹു ഖിതാബ. ലാ യംലികൂന എന്ന് പറഞ്ഞാൽ മലക്ക യംലിക്കു എന്നാണ് ക്രിയ വരുന്നത്. മലക്ക യംലിക്കു, അതിന്റെ ഇസ്മു ഫായിൽ മാലിക് എന്നാണ്. അപ്പം മലക്ക എന്ന് പറഞ്ഞാൽ അധീനപ്പെടുത്തുക എന്നാണ്. അപ്പം ലാ യംലികൂന, അവർ അധീനപ്പെടുത്തുകയില്ല, ഉടമപ്പെടുത്തുകയില്ല. മിൻഹു, അവനോട് അല്ലെങ്കിൽ അവനിൽ നിന്ന്. ഖിത്വാബ, ഒരു അഭിമുഖ സംഭാഷണം, ഒരു സംസാരം. അപ്പം അർത്ഥം വരുന്ന ഇങ്ങനെയാണ്: അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് സാധിക്കില്ല. അവർക്കെന്ന് പറഞ്ഞാൽ ഒരു പടപ്പിനും അതിന് സാധിക്കുകയില്ല. അള്ളാഹുവുമായി ഒരു പടപ്പിനും
സംസാരിക്കുവാൻ പറ്റുകയില്ല. ഇത് പരലോകത്തെ മഹ്ശറിലെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയുള്ള ആയത്തുകൾ വരുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഈ തഫ്സീറുകൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്ന് പറയുന്നത്. എന്നുവെച്ചാല് ലാ യംലിക്കൂന മിൻഹു ഖിത്താബ എന്ന ആയത്തിന് നൽകപ്പെട്ടിട്ടുള്ള വ്യാഖ്യാനം തഫ്സീറുകളിൽ കാണാം. തഫ്സീർ ഇബ്നു കസീറിലും തഫ്സീർ ഇബ്നു ജരീർ തൊബരിയുടെ തഫ്സീർ തൊബരിയിലും ഒക്കെ കൊടുത്തിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലാ യഖ്ദിർ വഹദുൻ അൽ ഇബ്തിദാഇ മുഖാതബതിഹി ഇല്ലാ ബിഇദ്നിഹി. അതായത് അള്ളാഹുവുമായി എത്ര അടുത്ത പടപ്പാണെങ്കിലും ശരി, അമ്പിയാക്കന്മാരാണെങ്കിലും ശരി, ആരായാലും ശരി, അള്ളാഹുവിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് പോയി സംസാരിക്കാൻ ഒരു പടപ്പിനും കഴിയില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പടപ്പിന്, ഇവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിൽ പോലും റബ്ബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അഷ്റഫുൽ ഖൽക്കായ ഒരു സൃഷ്ടി അല്ലെ. ഇപ്പൊ ഇവിടെ നമുക്കറിയാം വേണ്ടപ്പെട്ട പലർക്ക് വേണ്ടിയും നമ്മൾ അങ്ങോട്ട് പോയി പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് ഒരാൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹു പെർമിഷൻ കൊടുക്കണം. നീ പറഞ്ഞോ, നീ സംസാരിച്ചോ, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതാണ് പരലോകത്തെ അവസ്ഥ. അപ്പൊ ഖുർആനിൽ തന്നെ, ഖുർആനിലെ 2-ാമത്തെ സൂറത്ത് ബഖറ 255-ാമത്തെ ആയത്തിൽ കാണാം, നമ്മള് ആയത്തിൽ കുറിച്ചിൽ മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, ആരുണ്ട് അള്ളാഹുവിന്റെ അടുത്ത് അവന്റെ അനുമതിയില്ലാതെ ഷഫാഅത്ത് പറയാൻ എന്ന് ചോദിക്കുന്നുണ്ട്. സൂറത്ത് ഹൂദിൽ കാണാം 105-ാമത്തെ ആയത്തിൽ യൗമ യഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി, അന്നാ വരുന്ന ദിവസം അള്ളയായിട്ട് ഒരാൾ പോലും സംസാരിക്കില്ല. അള്ളാഹു നീ എന്നോട് വർത്തമാനം പറഞ്ഞോ എന്ന് പറയാതെ ഒരാൾക്കും അള്ളാഹുവുമായി സംസാരിക്കാൻ സാധിക്കുകയേയില്ല. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേറിപ്പറയുക, ഇടയ്ക്ക് കേറിപ്പറയുക, ഇങ്ങനെയുള്ള ഏർപ്പാടുകളൊന്നും നാളെ മഹ്ശറിൽ ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. കാരണം മാലിക് യൗമിദ്ദീൻ എന്ന് പറയുന്നത് റബ്ബാണ്. അതായത് ആ പ്രതിഫല ദിനത്തിന്റെ പൂർണ്ണമായ അധികാരവും നിയന്ത്രണവും അള്ളാഹുവിന്റെ അടുത്താണ്. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനത്തെ അതിർലംഘിച്ചുകൊണ്ട് ഒരു പടപ്പിനും കയറി അവിടെ ഇടപെടാനോ സംസാരിക്കാനോ സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരാണ്. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഖിത്വാബ. ഇതാണ് 37-ാമത്തെ ആയത്ത്. ഇനി 38-ാമത്തെ ആയത്ത് യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ വഖാല സ്വവാബ. യൗമ യഖൂമുർ റൂഹു വൽ മലായിക, റൂഹ് നിൽക്കുന്ന ദിവസം, വൽ മലായികത്തു മലക്കുകളും നിൽക്കുന്ന ദിവസം, സ്വഫൻ സ്വഫായി അണിയായി. അപ്പം റൂഹും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം, അതാണ് ആ ഭാഗത്തിന്റെ അർത്ഥം. റൂഹും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം. കാമ യക്കൂമു എന്ന് പറഞ്ഞാൽ നിൽക്കുക, അതുപോലെ തന്നെ നിലവിൽ വരിക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പം ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം. അപ്പം അതിൽ നമുക്ക് മനസ്സിലാവുന്നത് നാളെ മഹ്ശറിൽ നിൽക്കുമ്പോൾ മനുഷ്യരായ നമ്മളൊക്കെ, പടപ്പുകളായ നമ്മളൊക്കെ എവിടെയെങ്കിലും അവിടെ ഒരു കൂട്ടം ഇവിടെ ഒരു കൂട്ടം, അങ്ങോട്ട് നിന്ന് ഇങ്ങോട്ട് നിന്ന്, അങ്ങനെയല്ല. നമ്മളെല്ലാവരും നാളെ മഹ്ശറിൽ നിൽക്കുക എങ്ങനെ? സഫായിട്ടാണ്. ആ അണി എങ്ങനെയാന്ന് നമുക്കറിയില്ല, ഒരു അണിയായിട്ടായിരിക്കും നമ്മൾ നിൽക്കുക. പിന്നെ മലക്കുകൾ അണിചേരുന്ന, അണി നിൽക്കും, അവർ സഫ് കെട്ടും എന്ന് പറഞ്ഞാൽ മലക്കുകൾ സഫ് കെട്ടുന്നത് പോലെ മനുഷ്യർക്ക് സഫ് കെട്ടാൻ പറ്റില്ല എന്നാ. കാരണം മലക്കുകൾക്ക് അല്ലാഹു പ്രത്യേകം കൊടുത്ത ഒരു കഴിവുണ്ട്, അത് ഒരു സഫ് കെട്ടലാണ്. അതായത് ലോകത്തുള്ള സർവ്വ പടപ്പുകളെയും വലയം ചെയ്തുകൊണ്ട് അവർ സ്വഫായി നിൽക്കുന്നതാണ്. അപ്പം മലക്കുകൾ വേറൊരു ഭാഗത്ത് സ്വഫായി നിൽക്കും എന്നുള്ളതല്ല പിന്നെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. മറിച്ച് ഈ ലോകത്തുള്ള മനുഷ്യൻ, ജിന്നുകൾ, മറ്റു ജീവജാലങ്ങൾ ഇവയെല്ലാം കവർ ചെയ്യുന്ന രൂപത്തിൽ മലക്കുകൾ അണിയായി നിൽക്കും. അതിന്റെ പുറത്തേക്ക് കടക്കാൻ ഒരു പടപ്പിനും കഴിയുകയില്ല എന്നുള്ളതാണ്.
അപ്പൊ ഇവിടെ റൂഹ് യൗമ യക്കൂമ റൂഹും മലക്കുകളും അണിയായി നിൽക്കും എന്നുള്ളിടത്ത് റൂഹ് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം ഒരാളുടെ പേരല്ല. അതുകൊണ്ട് മുഫസ്സിറുകൾ ഈ റൂഹ് എന്നതിന് പല വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് അർവാഹു ബനി ആദം, ആദം സന്തതികളുടെ ആത്മാക്കൾ എന്നാണ് അതിലൊന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണത് പറഞ്ഞത്. അതുപോലെ തന്നെ ബനു ആദം, ആദമിന്റെ മക്കൾ, ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായമാണ്. അതേപോലെ മൂന്നാമത്തത് മലക്കുകളും മനുഷ്യരുമല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അതാണ് അവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശ്യം എന്ന് താബി പണ്ഡിതനായ മുജാഹിദ് റഹ്മുള്ള പറഞ്ഞു. അതുമല്ല, റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമാണ് എന്ന് ലഹാക്ക് താബി പണ്ഡിതനാണ്, ഷഅബി, അതേപോലെ സഈദ് ബിൻ ജുബൈർ റഹിമഹുമുള്ള, ഇവരൊക്കെ അങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ അഭിപ്രായങ്ങളിൽ ഒന്നാമത്തെ അഭിപ്രായം ആദം സന്തതികളുടെ ആത്മാക്കളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഇബ്നു കസീർ റഹ്മഹുല്ല തെരഞ്ഞെടുത്തിട്ടുള്ള അഭിപ്രായം. അപ്പം അത്രയും അള്ളാഹു പറഞ്ഞ ശേഷം അതേ ആയത്തിൽ റബ്ബ് പറഞ്ഞു, ലാ യത്തക്കല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സ്വവാബ. ലാ യത്തക്കല്ലമൂന, സംസാരിക്കുകയില്ല. തക്കല്ലമ എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയാന്നാണ്. ലാ യത്തക്കല്ലമൂന, അവർ സംസാരിക്കുകയില്ല. ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, പരമകാരുണികൻ അനുമതി നൽകിയവനല്ലാതെ, പരമകാരുണികൻ അനുമതി നൽകിയവനല്ലാതെ അവിടെ സംസാരിക്കുകയില്ല. വക്കാല സ്വവാബ, അവൻ പറയുന്നതാണ് എന്ത്? സ്വവാബ് എന്ന് പറഞ്ഞാൽ സത്യം എന്നാണ്, സത്യം. അപ്പം പിന്നെ ആയത്തിന്റെ ആ ബാക്കിയുള്ള ഭാഗത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്. അതായത് ലാ യത്തക്കല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സ്വവാബ എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെയാ? അന്ന് പരമകാരുണികനായുള്ളവൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ അവിടെ ആരും തന്നെ സംസാരിക്കുകയില്ല. ഇതാണ് ആയത്തിന്റെ അർത്ഥം. അപ്പൊ സത്യം മാത്രം പറയുകയുള്ളൂ എന്ന് പറഞ്ഞു. അദിന എന്ന് പറഞ്ഞ അനുമതി നൽകുന്ന, അദിന യഅ്ദനു എന്നാണ് അതിന്റെ ക്രിയാരൂപം വരുന്നത്. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ എന്താ? ഒന്ന്, പരലോകത്തൊരാൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി വേണം. രണ്ടാമത്തത് സത്യം മാത്രമേ പറയുന്നുള്ളതാണ്. അപ്പൊ മഹ്ശറിൽ പല ഘട്ടങ്ങളുണ്ട്. ചിലയിടത്താവട്ടെ ആളുകൾ എന്ത് ചെയ്യും? നുണ പറയും. അത് ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അസത്യം പറയും. എന്നാൽ റബ്ബ് നിശ്ചയിച്ച ചില സ്ഥലങ്ങളിലാവട്ടെ അവിടെ സത്യമല്ലാതെ പറയാൻ പറ്റുകയുമില്ല. അപ്പൊ അതിന്റെ കുറെ ഉദാഹരണങ്ങൾ ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ അത് കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം പിന്നെ നമ്മളിപ്പോ പറഞ്ഞ 38-ാമത്തെ ആയത്, യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സ്വഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സ്വവാബ. ഇനി നമുക്ക് 2 ആയത്തുകൾ കൂടിയാണ് ബാക്കിയുള്ളത്. അതിൽ 39-ാമത്തെ ആയത്ത് ഇതാണ്, ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബ. ദാലിക്കൽ യൗമുൽ ഹഖ്, അല്ലാഹു പറയാണ് അതത്രേ അൽ യൗമുൽ ഹഖ്, യഥാർത്ഥ ദിവസം. ശരിക്കും ഹക്കിന്റെ ദിവസം എന്ന് പറയുന്നത് പരലോകമാണ്. അത് ഹക്കാണ്, 100% സംഭവ്യമാണ്, നടക്കുന്ന ദിവസമാണ്. അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാവുമോ? നടക്കുവോ? കോടാനുകോടി മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി, ജീവജാലങ്ങളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി, മലക്കുകളെയും ജിന്നുകളെയും ഒരുമിച്ച് കൂട്ടി, അല്ലെ? മനുഷ്യന്മാരെത്രയുണ്ടോ അതിന്റെ ഇരട്ടിക്ക് ഇരട്ടിയുണ്ട് മലക്കുകൾ. ഈ ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു മഹ്ശർ, അതിനുശേഷം മലക്കുകളെയും ജിന്നുകളെയൊക്കെ വിചാരണ ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന സംശയം വേണ്ട. അത് ശരിക്ക് യഥാർത്ഥ ദിവസമാണ്, അത് നടക്കുന്ന ദിവസമാണ്. ഫമൻ ഷാ അത്തഖദ ഇലാ റബ്ബിഹി മആബ. ഫമൻ ഷാ, ആർ ഉദ്ദേശിക്കുന്നുവോ, ഇത്തഖദ, അവൻ ഏർപ്പെടുത്തട്ടെ, ഉണ്ടാക്കട്ടെ. ഇത്തഖദ യത്തഖിദു ഇത്തിഖാദൻ ഫഹുവ മുത്തഖിദുന്നാണ്. അപ്പൊ അവൻ ഏർപ്പെടുത്തട്ടെ, ഇലാ റബ്ബിഹി, അവന്റെ റബ്ബിങ്കലേക്ക്, മആബ, ഒരു മടക്കസ്ഥാനം. അപ്പം ആയത്തിന്റെ മൊത്തത്തിൽ ഉള്ള അർത്ഥം ഇങ്ങനെയാണ്, അതത്ര യഥാർത്ഥ ദിവസം. ആകയാൽ വേണമെന്ന് ആർ ഉദ്ദേശിച്ചുവോ അവൻ തന്റെ രക്ഷിതാവിങ്കലേക്ക് മടങ്ങാനുള്ള സങ്കേതം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ.
വേണമെന്ന് ആർ ഉദ്ദേശിച്ചുവോ എന്നാണ്. വേണമെന്ന് ആർ ഉദ്ദേശിച്ചുവോ എന്ന് പറഞ്ഞാൽ അവിടെ രക്ഷപ്പെടണമെന്ന് ആരാണോ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഏർപ്പാടുകളും പരിപാടികളും ഒരുക്കങ്ങളും അവൻ കൃത്യമായി നടത്തിക്കൊള്ളട്ടെ എന്ന് അള്ളാഹു പറയാൻ. ആ അള്ളാഹുവിൻ്റെ വാക്ക് നമ്മൾ ഓരോരുത്തരോടുമാണ്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഏർപ്പാടുകളും തയ്യാറെടുപ്പുകളും ദിനം പ്രതി സെക്കൻഡുകൾ അടക്കം നമ്മൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കണം. അതല്ലാതെ സ്വർഗം ആഗ്രഹിച്ചിട്ട് നമ്മൾ നരകത്തിന്റെ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ സ്വർഗത്തിലെത്തുകയില്ല. അപ്പൊ സ്വർഗത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിൻ്റെ പണി ചെയ്യണം, അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് ഈ സൂറത്ത് അവസാനിക്കുന്നത് 40-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നാ അൻദർനാക്കും അദാബൻ ഖരീബ യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ് വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ. അല്ലാഹു പറയാണ്, ഇന്നാ അൻദർനാക്കും, തീർച്ചയായും നാം, അല്ലാഹു പറയാണ്, നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അൻദറ എന്ന് പറഞ്ഞാൽ താക്കീത് നൽകുക, വാണിംഗ് നൽകുക. അൻദറ യുൻദിറു ഇൻദാറൻ ഫഹുവ മുൻദിർ. അപ്പം നാം നിങ്ങൾക്കിതാ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നു. അള്ളാഹു പറയാണ്, ഇനി നാളെ പരലോകത്തെത്തുമ്പം റബ്ബേ ഇങ്ങനെ ഒരു നരകമുണ്ടെന്നോ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്നോ ശിക്ഷയുണ്ട് എന്നോ ഒന്നും ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് ഒരു പടപ്പും പറയാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹ് പറയാണ്, നാം വ്യക്തമായി ഇതാ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു. എന്താണ് ആ മുന്നറിയിപ്പ്? അദാബൻ കരീബ, അടുത്ത ഒരു ശിക്ഷയെപ്പറ്റി, സമീപസ്ഥമായ ഒരു ശിക്ഷയെപ്പറ്റി, അടുത്ത ഒരു ശിക്ഷയെപ്പറ്റി ഞാനിതാ താക്കീത് നൽകുന്നു. അപ്പം ഈ പരലോകം, അതുപോലെ അന്ത്യദിനം, സ്വർഗം നരകം, ഇതിനെയൊക്കെ ഒരു വിദൂരമായ കാലം കഴിഞ്ഞ്, ഒരുപാട് കാലം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന നിലക്കല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത് സംഭവിക്കാനിരിക്കുന്നത് എന്ന രൂപത്തിലാണ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പം അന്ത്യദിനത്തെ പറ്റി പറയുന്നിടത്ത് കാണാലോ, ഇഖ്തറബത്തിസ്സാഅതു വൻഷക്കൽ ഖമർ, അതായത് ചന്ദ്രൻ പിളർന്നു, അന്ത്യദിനം അടുത്തെത്തിക്കഴിഞ്ഞു, ചന്ദ്രൻ പിളർന്നു കഴിഞ്ഞു. അപ്പം ശരിക്കും അന്ത്യദിനം എത്തി എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പം ആ രൂപത്തിലാണ് നമ്മൾ ഖിയാമത്തിനെ കാണുന്നത്, അല്ലാണ്ട് ഒരുപാട് കഴിഞ്ഞെന്നുള്ള രൂപത്തിലാണ് അല്ല. അപ്പം നാം ഇതാ അടുത്ത ഒരു ശിക്ഷയെപ്പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, എങ്ങനെയുള്ള ദിവസമാണത് അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം? യൗമ യൻളുറുൽ മർഉ, അന്നൊരു മനുഷ്യൻ എന്ത് ചെയ്യും? നോക്കും. യൗമ യൻളുറുൽ മർഉ, അന്നൊരു മനുഷ്യൻ നോക്കിക്കാണുന്ന ദിവസമാണത്. എന്തിനെ? മാ ഖദ്ദമത് യദാഹു, അവന്റെ രണ്ട് കൈകളും മുൻകൂട്ടി ചെയ്തു വെച്ചതിനെ. ഖദ്ദമ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ചെയ്യാന്നാണ്, മുൻകൂട്ടി പ്രവർത്തിക്കുക എന്നാണ്. അപ്പം അവന്റെ രണ്ട് കൈകളും മുൻകൂട്ടി പ്രവർത്തിച്ചത് അവൻ നോക്കിക്കാണുന്ന ദിവസം, ഇതാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ യൗമ യൻളുറുൽ മർഉ എന്ന് പറഞ്ഞാൽ അയ്യഅരിദു അലൈഹി ജമീഅ അമാലിഹി, അവൻ ചെയ്ത എല്ലാ അമലുകളും അവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ സൂറത്ത് കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 49-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വജദു മാ അമിലു ഹാളിറ, അവർ ചെയ്തതെല്ലാം അവിടെ ഹാജരായി കാണും. അപ്പം ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നിഷേധിയെ സംബന്ധിച്ചിടത്തോളം അവന് വല്ലാത്ത ബേജാറും വെപ്രാളവും ഒക്കെ ഉണ്ടാവും. ആ വെപ്രാളത്തിൽ അവൻ പറയും, എന്ത് പറയും? വയഖൂലുൽ കാഫിർ, അവിശ്വാസിയായ മനുഷ്യൻ പറയും, യാ ലൈതനി കുന്തു തുറാബ, ഞാൻ മണ്ണായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതനി, അപ്പൊ യാ ലൈതനി എന്നൊക്കെ പറയുന്ന നടക്കാത്ത ഒരു കാര്യത്തെ പറ്റിയാണ്, നടക്കാൻ പോവാത്ത ഒരു കാര്യത്തെ പറ്റിയാണ്. അപ്പൊ അവൻ ആഗ്രഹിച്ചു പോവാണ്, ആശിച്ചു പോവാണ്, ഞാൻ മണ്ണായി മാറിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ എന്ന് വിശ്വാസമില്ലാത്തവൻ, നരകത്തിന് അർഹനായിത്തീരുന്നവൻ പറയുന്ന വാക്കാണ്. അപ്പൊ അങ്ങനെ പറയാൻ കാരണം രണ്ട് വ്യാഖ്യാനം കാണാം. ഒന്ന്, ഈ സ്വർഗത്തിലേക്ക് ആളുകൾ പോകുന്നു, വിചാരണ നടന്നതിന് ശേഷം നരകത്തിലേക്ക് ആളുകൾ പോകുന്നു. അപ്പൊ തനിക്ക് ഇനി ഇവിടെ കിട്ടാനുള്ളത് നരകമാണ് എന്നുറപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അവന് ആഗ്രഹിക്കുകയാണ്, ഈ ഭൂമിയിൽ
ഞാനൊരു മനുഷ്യനായി പിറന്നു വീഴാതിരുന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പക്ഷെ ഇവിടുന്ന് ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അല്ലേ, നമുക്കിവിടെ ജീവിച്ച് കൊതി തീരുന്നില്ല. പക്ഷെ പരലോകത്ത് ദുഷ്ചെയ്തികൾ നിമിത്തം നരകത്തിൽ എത്തപ്പെടാൻ പോകുന്ന ഒരു മനുഷ്യൻ പറയാണ്, ദുനിയാവിൽ ഒരു മനുഷ്യനല്ലാതെ കേവലം ഒരു മണ്ണ് മാത്രമായി അന്ന് എനിക്ക് ആകാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. രണ്ടാമത് വക്കത് ഖീല എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അന്ന് ഈ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗവും നരകവും അവയ്ക്കില്ലല്ലോ. അവയെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം എടുപ്പിച്ചതിന് ശേഷം അള്ളാഹു ഈ മൃഗങ്ങളെ, ജീവജാലങ്ങളെ മുഴുവൻ എന്ത് ചെയ്യും? മണ്ണാക്കി മാറ്റും. അപ്പൊ അവയൊക്കെ മണ്ണാക്കി കളയുന്ന സമയത്ത് അത് കണ്ടിട്ട് ഈ നരകത്തിന് അർഹനായവൻ പറയാണ്, ഞാനും ഇതുപോലെ, എന്നെയും ഇതുപോലെ അള്ളാഹു മണ്ണാക്കി കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ശിക്ഷയൊന്നും അനുഭവിക്കേണ്ടതില്ലായിരുന്നല്ലോ എന്ന് ആഗ്രഹിച്ചു പോകും എന്ന വ്യാഖ്യാനവും ഇതിൽ കാണാം. അപ്പൊ ഇങ്ങനെ ഒരു വിലാപത്തിനും രോദനത്തിനും നമുക്കൊരിക്കലും ഇടവരരുത്. നമുക്ക് അള്ളാഹു നൽകിയ സമയം പരിമിതമാണ്. അത് സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമാണ്. മാസങ്ങളോ വർഷങ്ങളോ ഒന്നുമല്ല, തുച്ഛമായ സമയമാണ്. ആ തുച്ഛമായ സമയത്തെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിമിഷങ്ങളാക്കി മാറ്റാൻ പറ്റണം. അവർക്കേ സ്വർഗം കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ളവരായി തീരുവാനുള്ള പരിശ്രമമാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അതിൻ്റെ ഭാഗമാണ് ഈ പഠനം. പഠിച്ചത് ജീവിതത്തിൽ പകർത്തുന്നത്, നമ്മൾ എടുക്കുന്ന ഇബാദത്തുകൾ, നമ്മുടെ ശുദ്ധമായ വിശ്വാസം, അങ്ങനെ തുടങ്ങി എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ നിലനിർത്തുന്ന വിശുദ്ധി എന്നത് നമ്മുടെ സ്വർഗത്തിന് വേണ്ടിയാണ്. ആ സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കുക. തീഷ്ണമായ ശിക്ഷയുടെ കേന്ദ്രമായ നരകത്തിൽ നിന്നുള്ള മോചനത്തെയും അള്ളാഹുവിനോട് നിരന്തരം തേടിക്കൊണ്ടിരിക്കുക. അള്ളാഹു സ്വർഗവാസികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച ഇൻഷാ അള്ളാഹ് നമ്മൾ ഇതുവരെ എടുത്ത 4 സൂറത്തുകളെ അടിസ്ഥാനമാക്കി പരീക്ഷയുണ്ടാകും. അതിനുവേണ്ടി ഒരുങ്ങുക. അള്ളാഹു നമ്മളെ ഈ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സ്വർഗീയ ലോകത്തും ഒരുമിച്ച് കൂട്ടട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.